അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏതൊരു കാര്യവും തുടങ്ങി വെക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് കൃത്യമായ രീതിയിൽ തുടർന്നു കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതല്പം ശ്രമകരമാണ്. ആ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 4000 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നേർവഴി എന്ന ഹ്രസ്വപ്രഭാഷണം. ഇത് 2015 ജൂൺ 20 നാം ആരംഭിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് വരെയും ഒരു ദിവസം പോലും അത് മുടങ്ങിയിട്ടില്ല. 4000 എപ്പിസോഡുകളാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് ഇത് വിജയിക്കാനുള്ള കാരണം. അതോടൊപ്പം ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അവരെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും തന്നെയാണ്. ഒരു കാര്യത്തെ സംബന്ധിച്ച് ദീർഘമായി സംസാരിക്കാൻ ഒരുപക്ഷെ പലർക്കും സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ആ കാര്യം ചുരുക്കി ഒരു 5 മിനിറ്റിലേക്ക് പറയുക എന്നത് എല്ലാവരെ കൊണ്ടും എല്ലായ്പ്പോഴും കഴിയുന്ന ഒരു കാര്യമല്ല. അത് വളരെ ശ്രമകരമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രബോധകന്മാരും പണ്ഡിതന്മാരും നേർവഴിക്ക് വേണ്ടി അവർ സമയബന്ധിതമായി ചെയ്തു തന്നു. അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ അവർ ചെയ്തു തരുന്ന ആ ക്ലിപ്പുകൾ കൃത്യമായി അതിൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്യുകയും അത് വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റുകയും അതിൻ്റെ കൃത്യമായ പരിശോധന നിർവഹിക്കുകയും ഇതെല്ലാം കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സംഘാടനത്തിൻ്റെ ചുമതല നിർവഹിക്കപ്പെടുകയും എല്ലാം ചെയ്ത് അതിൻ്റെ പിന്നിൽ ധാരാളം കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവസാനം അതിരാവിലെ നമുക്കിത് ലഭിക്കുമ്പോൾ അത് ഫോർവേഡ് ചെയ്യുന്ന ആയിരങ്ങൾ ഇതിൻ്റെ ഈ നേർവഴി ജനകീയമാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചവരാണ്. നമ്മൾ ഫോർവേഡ് ചെയ്യുകയും എല്ലാം ചെയ്താലും ഇത് കേൾക്കാൻ ആളുണ്ടാകുന്നു എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലരുടെയും ജീവിതത്തിൻ്റെ ഒരു ശീലവും ശൈലിയുമായി നേർവഴി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, പള്ളിയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അദ്കാറുകൾ പൂർത്തിയാക്കിയാൽ, വിശുദ്ധ ഖുർആന്റെ പാരായണം കഴിഞ്ഞാൽ പലരും പിന്നീട് നേർവഴി കേൾക്കുക എന്നത് ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. നേർവഴി കേൾക്കുകയും അത് തങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെയും മറ്റു സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളിലൂടെയും അത് ഫോർവേഡ് ചെയ്യുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ചര്യയായി ഏകദേശം 10 വർഷമായി മുടങ്ങാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു 4000 എപ്പിസോഡ് പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നേർവഴിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് ടെക്സ്റ്റായി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ അറിയിക്കുകയും ചെയ്താൽ കൂടുതൽ മെച്ചപ്പെടുത്തി ഈ ഒരു സംരംഭത്തെ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ നിയ്യത്തുണ്ടായിരിക്കണം. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്ത് ധാരാളം ആളുകൾ കേൾക്കുകയും ആ കേൾക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് വെളിച്ചം കിട്ടുകയും ഹിദായത്ത് കിട്ടുകയും ചെയ്യണമെന്ന ഒരു ഓർമ്മ, ആ ഒരു ആഗ്രഹം, ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ഫവല്ലാഹി ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുമുറുൻ നഅം. അല്ലാഹുവാണേ സത്യം, നിന്നിലൂടെ അല്ലാഹു ഒരൊറ്റ മനുഷ്യന് സന്മാർഗം അഥവാ ഹിദായത്ത് നൽകുക എന്നത് നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാകുന്നു എന്നാണ്. അതായത് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള കാറുകൾക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ ഒരാൾ നമ്മൾ മുഖേന ഹിദായത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, നന്മ പിന്തുടരുന്നവരുടെ തുല്യ പ്രതിഫലം നമ്മൾ കാരണം സന്മാർഗത്തിലായ ഒരാൾ പിന്നീട് ചെയ്യുന്ന എല്ലാ നന്മകളുടെയും തുല്യമായ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ. ആരെങ്കിലും ഒരു സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ആ സന്മാർഗം പിന്തുടരുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം അവനെ ക്ഷണിച്ചയാൾക്കും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ പ്രതിഫലത്തിൽ യാതൊരു കുറവും വരികയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ
ഇത് ആർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിലും അത് കേട്ട് മനസ്സിലാക്കി ആരൊക്കെ അതുകൊണ്ട് നന്മ ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നമുക്കും ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്. അതോടൊപ്പം മറ്റുള്ളവർക്കെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുകയും ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുകയും ചെയ്താൽ അത് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനുള്ള ഒരു ശ്രദ്ധയും ശ്രമവും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.